this morning as a continuation of the topic that we have been meditating. Let us turn our attention to 1 Samuel chapter 4, verse 9 and 10. അമ്മൻ ഇന്നത്തെ പ്രഭാതത്തിലെ വചന ധ്യാനത്തിനായി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് പോലെ 1 ശമൂവേൽ 4-ന്റെ 9-ഉം 10-ഉം വായിക്കാം. Let me read it. It says, take courage and be men of Philistines, so that you do not become servants to the Hebrews, as they have been servants to you. Act like men and fight. So the Philistines fought. Israel was defeated, and every man fled to the tent. It was a great defeat. 30,000 soldiers got killed. 9 വായിച്ചു തുടങ്ങുന്നു. ഫെലിസ്ത്യരെ ധൈര്യം പൂണ്ട് പുരുഷത്വം കാണിക്കുവിൻ. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നതുപോലെ നിങ്ങൾ അവർക്ക് ആകരുത്. പുരുഷത്വം കാണിച്ചു പൊരുതുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫെലിസ്ത്യർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേലിൽ 30,000 കാലാൾ വീണു പോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. Amen. This morning I'm going to rush through this topic because there are few areas God has given a message in my heart. And I didn't know initially when I was going into the book of Samuel why I was going that way, because the Holy Spirit was leading. It is absolutely timing, and you will know that today that God's Spirit was the one leading us. ആമേൻ. പരിശുദ്ധാത്മ നിയോഗപ്രകാരമാണ് ഞാൻ ഇപ്പോൾ ഈ ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വന്നത്. നമ്മൾ ഇതിന്റെ ആഴമായി ചിന്തിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത് നിങ്ങൾ പ്രകാരം അറിയും. So the title, I usually don't give a title like that, but today the title of the message is Our Defeat is an Opportunity for Revival. നമ്മുടെ തോൽവി അത് ഒരു പുനരുത്ഥാനത്തിന്റെ ഒരു അവസരം എന്ന ഒരു തലക്കെട്ടോട് കൂടി ഞാൻ ഇത് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ പരാജയം ഉണർവിന്റെ ഒരു കളരിയായി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. Amen. Wherever the people defeated, that's what we're going to be reading. So last week I kind of talked to you about the Israel were defeated by Philistines, and they thought simply bringing the ark of the God, ark of the covenant into the battlefield will bring them victory. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടതുപോലെ ഫിലിസ്ത്യരുടെ മുമ്പാകെ ഇസ്രായേൽ തോറ്റുപോയപ്പോൾ പെട്ടകം അവരുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഫിലിസ്ത്യരുടെ മുമ്പാകെ ജയിക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവരുടെ മുമ്പിൽ ഉണ്ടായി. But when the Philistines saw the ark, they had a better vision of the ark. എന്നാൽ പെട്ടകം അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഫിലിസ്ത്യർക്ക് ഇസ്രായേലിനുള്ളതിനെക്കാട്ടിലും അധികമായ ധാരണ അവർക്കുണ്ടായിരുന്നു. And they said, oh my God, look at this one. The God has come into their tent. So they are encouraging each other and said, fight the fight of your life. ആമേൻ. അവരുടെ മുമ്പിലേക്ക് പെട്ടകം വന്നപ്പോൾ ഫെലിസ്ത്യർ ഭയത്തിൽ ആയിട്ട് പറഞ്ഞു, അവരുടെ ദൈവം അവരുടെ നടുവിൽ വന്നു, അതുകൊണ്ട് പുരുഷത്വം കാണിച്ചുകൊണ്ട് അവരോട് പൊരുതണമെന്ന് പറയുന്നു. It said another thing, the mystery they brought it is, remember these Israelites were slaves to us, but if we don't fight, we will become slaves to them. വീണ്ടും ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നത് പോലെ പറഞ്ഞു, മുമ്പാകെ ഈ ഇസ്രായേൽ നമുക്ക് അടിമകളായിരുന്നു, നമ്മൾ പൊരുതിയില്ലെങ്കിൽ നമ്മൾ അവർ അതുപോലെ അടിമകളായി പോകും. So that encouraged every Philistine. ആ ഒരു ധൈര്യമാണ് ഫിലിസ്ത്യർക്ക് അന്യോന്യം ധൈര്യം കൊടുത്തത്. They fought the fight really hard. വളരെ കഠിനമായിട്ട് അവർ ഇസ്രായേലിനോട് അവർ പൊരുതി. And we read that every Israelite soldier fled on the scene. അവിടെ ആ കൊലക്കളത്തില് എല്ലാ ഇസ്രായേലും പട്ടുവീണു എന്ന് വായിക്കുന്നു. And we read that 30,000 people got killed. 30,000 പേര് ആ കൊലക്കളത്തിൽ പട്ടുപോയി എന്ന് വായിക്കുന്നു. The Ebenezer, the gods Ebenezer, the place became a place of defeat and retreat. ഒരു തോൽവിയുടെ ഒരു കൊലക്കളമായിട്ട് എബനേസർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം മാറിപ്പോയി. Verse 11 we read the
ark of God was captured by the enemy. ദൈവത്തിന്റെ പെട്ടകം ശത്രുക്കളാൽ പിടിക്കപ്പെട്ടു എന്ന് 11-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നു. The two sons of Eli, sons of Hophni and Phinehas, got killed. ഏലിയുടെ രണ്ട് പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും പട്ടുപോയി എന്ന് പറയുന്നു. The place Ebenezer became a disaster. ഒരു വലിയ ദുരന്ത ഭൂമിയായിട്ട് ആ എബെനേസർ മാറിയിരിക്കുന്നു. Amen. The death that they can see it, but the people in the camp might think this was a very sad situation, unexpectedly happened. വളരെ ശോചനീയമായി അപ്രതീക്ഷിതമായി സംഭവിച്ചതെന്ന് പാളയത്തിനുള്ളവർ ചിന്തിക്കുമെങ്കിലും, Amen, but that was not an accident. എന്നാൽ ഇതൊരു അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ല. Why Hophni and Phinehas got killed? എന്തുകൊണ്ട് ഹോഫ്നിയും ഫിനെഹാസും അവിടെ പട്ടുപോയി? First Samuel chapter 2 verse chapter 2, let's go our attention to chapter 2. രണ്ടാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ, So Samuel the prophet was in the, as a boy he was taken to Eli and he was by the tabernacle. ഒരു കുട്ടി എന്ന പോലെ ശമൂവേലിനെ അവിടേക്ക് കൊണ്ടുവന്നു. And you remember, all these things, so I'm going to very quickly go. And Samuel got all the call and these things, and he was when gods are talking, but in between there is something happening. Another prophet of God comes and talking. Verse 27 we read. രണ്ടാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രവാചകൻ അതിനകത്തേക്ക് കടന്നു വന്ന് പ്രവചിക്കുന്നതായി നാം കാണുന്നു. Verse 26 we read, the boy Samuel continued to grow up in stature and favor with the Lord. But 27, another man of God, a prophet, came to Eli. 26-ാം വാക്യത്തിൽ യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി ശമൂവേൽ വളർന്നു വന്നപ്പോൾ 27-ാം വാക്യത്തിൽ മറ്റൊരു ദൈവപുരുഷൻ ഏലിയുടെ അടുത്തേക്ക് കടന്നു വരുന്നു. And he was a prophet. He says, thus says the Lord of God. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ഏലിയോട് പറയുന്നു. And he gave a few prophetic words over there. ചില പ്രവചന ദൂതുകൾ അവരുടെ മുമ്പാകെ പറയുന്നു. And one of the things he said is that I have promised you that you and your sons will have the priesthood forever. നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കുമായിട്ട് ഈ പൗരോഹിത്യവർഗം ഉണ്ടായിരുന്നു എന്നൊരു വാഗ്ദത്തം നിനക്കുണ്ടായിരുന്നു. But I am going to change that one. എന്നാൽ അത് ഞാൻ മാറ്റാൻ പോവുകയാണ്. And I am not saying that verse 31 verse, you go home and read that one. God said there won't be anyone in that your family as a male to do these things anymore. ആണായി ജനിച്ചവൻ ഒരുവനും നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പുരോഹിത്യ വർഗത്തിലേക്ക് വരത്തില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. God changed what he promised. He kind of told the Eli and the family. ഏലിയോട് കുടുംബത്തോട് പറഞ്ഞത് എന്താണോ വാഗ്ദത്തം അത് ദൈവം മാറ്റിയെടുത്തതായി കാണുന്നു. And verse 31 said there will not be an old man in your house. ഒരു വൃദ്ധനും ഉണ്ടാകാതെ വണ്ണം ഒരു ഫാമിലി ആയിരിക്കും നിന്റെ കുടുംബം എന്ന് പറയുന്നത്. And verse 34 34-ാം വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു. And this will be the sign to you which shall come into concerning your two sons. നിന്റെ നിന്റെ രണ്ട് പുത്രന്മാരെ പറ്റി ഇങ്ങനെയായിരിക്കും വരുന്നത്. Hophni and Phinehas, on the same day both of them will die. ഒരു ദിവസം തന്നെ ഇരുവരും ഹോഫ്നിയും ഫിനെഹാസും മരിക്കപ്പെടുമെന്ന് പറയുന്നു. The man of God came and told Eli this of prophecy. ഈ ദൈവപുരുഷൻ ഏലിയുടെ അടുത്തേക്ക് വന്നിട്ട് പ്രവചന ദൂതനെ വിളിച്ചു പറഞ്ഞതാണിത്. Both of your sons will die. രണ്ട് കുഞ്ഞുങ്ങളും നിന്റേത് മരിക്കും. There won't be a single male in your house that you pass into the old age. നിന്റെ കുടുംബത്തിൽ ഒരു വൃദ്ധനായി തന്നെ ഒരുവനും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നു. Because I called you for a ministry, I appointed you to be the judge and the priest of the Israel, but the people and you have gone far away from that. ഒരു ഇസ്രായേലിന്റെ ജനത്തിന് ന്യായാധിപതിയായി അവരെ നയിക്കുവാൻ തക്കവണ്ണം പുരോഹിത വൃത്തത്തിലേക്ക് നിന്നെ വിളിച്ചു വേർതിരിച്ചു വന്നാലോ ദൈവത്തിൽ നിന്ന് ഒത്തിരി മാറിയിരിക്കുന്നു. Amen. At that point, what the family should have done? ആ സമയത്ത് ആ കുടുംബം എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? The man, the old man and the two kids, the family should have gone back to the Lord and said, Lord, we have sinned and we don't want this mishap happen in our life. ഇത് കേട്ട നിമിഷം തന്നെ ഈ പ്രവാചകനും ഈ രണ്ട് കുഞ്ഞുങ്ങളും ദൈവസന്നിധി ദൈവമേ അങ്ങയോട് പാപം ചെയ്തു എന്നൊരു പശ്ചാത്താപം ഉള്ളിൽ നിന്ന് വരണം. Eli and the two sons should have gone back to the Lord and fallen to his feet. ആ പാദപീഠത്തിലേക്ക് ഓടിച്ചെന്ന പാദപീഠത്തിൽ വീഴേണ്ടതല്ലേ രണ്ട് കുഞ്ഞുങ്ങളും ഏലിയ പ്രവാചകൻ. But they blatantly neglected the prophecy. എന്നാൽ ആ പ്രവചനത്തെ അവർ നിരാകരിച്ചില്ലേ? And they went, now you see, they went and took the ark of God without any reverence and running
into the battlefield. ബഹുമാനമില്ലാതെ തന്നെ അവർ മടങ്ങി പോയിട്ട് അവർ ദൈവത്തിന്റെ ആ പെട്ടകം എടുക്കുവാൻ തക്കാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾ പോയില്ലേ? And the prophetic word came true. ആ സമയത്തല്ലേ ആ പ്രവചന ദൂത് നിവർത്തീകരിച്ചത്? Said both of their kids got killed. ആ സമയത്തല്ലേ രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ പട്ടുപോയത്? Brother and sister, this morning I have a word for you. ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു ദൂത് നിങ്ങളോട് വിളിച്ചു പറയട്ടെ. Amen. Every prophecy that has a name attached to it. Amen. And there is a consequence attached to it. ഏത് പ്രവചനമായിക്കോട്ടെ അതിനകത്ത് ഒരു പേരും ഉണ്ടാവും, അതിനൊരു പരിണിത ഫലവും അതിനകത്തുണ്ടായിരിക്കും. Amen. That prophetic word, if there is a name attached to it, it will happen. ഒരു പ്രവചനത്തിന്റെ അകത്ത് ഒരു പേരുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. You have two choices this morning. രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഇതിനെ ഏറ്റെടുക്കാം. You can reject the prophecy and the prophet, and you can embrace it and fall at the feet of God. പ്രവചനത്തിനെ പ്രവാചകനെ നിങ്ങൾക്ക് റിജക്ട് ചെയ്തിട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാം. There are times prophetic word came into this church. നമ്മുടെ സഭയ്ക്കകത്ത് അനേക അവസരങ്ങളിൽ പ്രവചനം പറഞ്ഞതല്ലേ? Amen. If probably God did not come and put a hand upon your head and say it. ഒരുപക്ഷെ നിങ്ങളുടെ തലയിൽ കൈവച്ച് ഒരുപക്ഷെ പറഞ്ഞിട്ടില്ലായിരിക്കും. But there were prophetic utterances from this pulpit. പ്രവചനത്തിന്റെ അരുളപ്പാട് ഈ പ്രസംഗവേദിയിൽ നിങ്ങളോട് വിളിച്ചു പറഞ്ഞതല്ലേ? And if you are one of that people that have been rejecting that this morning, another warning from the Holy Spirit. അന്ന കാലഘട്ടത്തിൽ ആ സമയത്ത് നിങ്ങൾ പ്രവചനത്തെ തുച്ഛീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വീണ്ടും ഒരു മുന്നറിയിപ്പോടെ നിങ്ങളോട് വിളിച്ചു പറയുക. If that prophetic word was destined to you, and if you had a chance to repent and you have not done that one, this is your last chance. അന്ന് നിങ്ങൾ പ്രവചനത്തെ ഏറ്റെടുത്ത് മനസ്താപം പൂണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വീണില്ല എങ്കിൽ ഇന്ന് വീണ്ടും നിങ്ങളോട് വിളിച്ചു പറയുന്ന പ്രവചന ദൂത്. I don't like to say it, but the last night the weight of this message was so much that even this morning I fell at the feet of God and said, Lord, I am not worthy to declare it, but make me worthy and anoint me. So everything God wants to say this morning I will say. ഇന്നലെ രാത്രിയിലും ദൈവസന്നിധിയിൽ ഇരുന്ന കേട്ടറിലപ്പാട്, ദൈവമേ ഞാൻ ഈ ദൂതുകൾ വിളിച്ചു പറയാൻ എനിക്ക് വയ്യ കഴിയത്തില്ലെങ്കിലോ ദൈവമേ എന്നെ ശക്തീകരിക്കണം. അങ്ങ് പറയുന്ന ദൂത് അതുപോലെ വിളിച്ചു പറയാൻ ശക്തീകരിക്കണം. Holy Spirit told me there were times the Holy Spirit of God pricked some of your conscience and you had an opportunity, but you passed that one, you rejected it, and that should not come back to bite you. ഓ പരിശുദ്ധാത്മാവ് ഒരു ദിവസത്തേക്ക് ഒരു നിമിഷം നിങ്ങൾ പല കാലങ്ങളിൽ നിങ്ങളോട് നിങ്ങളുടെ ആത്മാവിനെ കുത്തും വേണ്ട, ബോധത്തെ ഉണർത്തും വേണ്ട, നിങ്ങളോട് പലത് വിളിച്ചു പറഞ്ഞതാ. എന്നാൽ അന്ന് നിരാകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. Amen. Praise God. What happened? അവൻ എന്താണ് സംഭവിച്ചെന്ന് നോക്കിയേ. Eli and the two sons got killed, and all of a sudden, Amen, the people came to tell Eli the news. രണ്ട് കുഞ്ഞുങ്ങൾ പട്ടുപോയി. അത് കേട്ട ദൂതുമായി ആ വാർത്തയുമായിട്ട് ഏലിയുടെ അടുത്തേക്ക് കടന്നു വരുന്നു. And Eli was 98 years old. 98 വയസ്സ് പ്രായമുള്ള ഏലി. Amen. When he heard the news, ആ വർത്തമാനം കേട്ടപ്പോൾ the Bible very clearly says, ആ തിരുവചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നത്, it was not the news of the two kids got died. Amen. Bothered him when he heard the ark of God was captured by the enemy. He fell back and died. രണ്ട് കുഞ്ഞുങ്ങൾ പട്ടുപോയതിന്റെ വാർത്തയല്ല, ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ പുറകോട്ട് വീണ് മരിക്കേണ്ടതുണ്ട്. He knew what he did. Hallelujah. താൻ എന്ത് ചെയ്തു എന്ന് അവന് നന്നായി തിരിച്ചറിഞ്ഞിരുന്നു. He knew there was a prophetic word on him. തന്റെ മുമ്പാകെ വിളിച്ചു പറഞ്ഞ ഒരു അരുളപ്പാടിനെ അവൻ തിരിച്ചറിഞ്ഞു. But he did not move accordingly. എന്നാൽ പ്രവചനം കേട്ടിട്ട് അതിനനുസരിച്ച് തന്നെ ചലിപ്പിക്കാൻ അവന് കഴിഞ്ഞിരുന്നു. So now the ark of God is in the hand of the enemy. എന്നാൽ ഈ അവസരത്തിൽ ദൈവത്തിന്റെ പെട്ടകം ശത്രുവിന്റെ കയ്യാൽ പിടിക്കപ്പെട്ടു പോയല്ലോ. Amen. He was the man of God appointed to keep the ark in the tabernacle with the holiness, and he lost it. പെട്ടകം എടുക്കേണ്ട ഒരുവന് സമാഗമന കൂടാരത്തിൽ പൗരോഹിത്യം ചെയ്യേണ്ട ഒരുവനാണല്ലോ ഏലി എന്ന് പറയുന്നത്. This is the call of God upon those who are ministers. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്ന ചില വിളികളാണ് ഇവിടെ കാണിക്കുന്നത്. Amen. If we are not faithful, നമ്മൾ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നില്ല എങ്കിൽ, amen, there will be severe consequence for that. വളരെ വല്ലാത്ത പരിണിത ഫലമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. It's not the end of it. He fell and died. അവിടെ പുറകോട്ട് വീണ് മരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഏലിയുടെ ജീവിതത്തിൽ. Next word says, all of a sudden
the daughter-in-law who was Hophni's wife who was pregnant. ഹൊഫ്നിയുടെ ഏലിയുടെ മരുമകള് ഹൊഫ്നിയുടെ വൈഫ് അവര് പ്രഗ്നന്റ് ആയിരുന്നു. When she heard this news, ഈ വാർത്ത അവള് കേട്ടപ്പോഴ് she got said there also it says that when she heard the ark of God was captured. ആ പെട്ടകം വീണു എന്നുള്ള വാർത്ത അവളും മരുമകളും കേട്ടപ്പോഴ് her husband and the other co-brother died. തന്റെ ഭർത്താവും തന്റെ രണ്ട് സഹോദരനും മരിച്ചു എന്ന് കേട്ടപ്പോഴ് She heard my father-in-law died. തന്റെ അമ്മായിയപ്പൻ മരിച്ചു എന്ന് കേട്ടപ്പോഴും the stress induced a labor pain. അവൾക്ക് പ്രസവ വേദന ആരംഭിച്ചു. Then she was about to die. അവൾ മരിക്കുവാറായിക്കൊണ്ടിരിക്കുന്നു. And the midwife said, don't worry about it, this is a male child. ആ സൂതികർമ്മിണി പറഞ്ഞു നിനക്കൊരു കുഞ്ഞുണ്ടാവുന്നു. It's a male child, be happy. നീ സന്തോഷമായിരിക്കുക. But she said, no, I cannot be happy. എനിക്ക് ഈ അവസരത്തിൽ സന്തോഷമായിരിക്കാൻ കഴിയത്തില്ല. And he named the son Ichabod. ഇക്കബാത്ത് എന്ന പേരാ തന്റെ കുഞ്ഞിനെ വിളിച്ചിട്ട് because the glory departed from Israel. ഇസ്രായേലിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പോയി. Because hallelujah, not only the death in the family, the glorious presence of God came on the mercy seat. That is in the hand of the enemy. The glory departed from തന്റെ Israel. കുടുംബത്തിൽ ആകസ്മികമായി സംഭവിച്ച മരണം മാത്രമല്ല, ദൈവത്തിന്റെ പെട്ടക ശത്രുക്കളുടെ കയ്യിലായിരിക്കുന്നു. യഹോവയുടെ മഹത്വം ഇറങ്ങുന്ന കൃപാസനമാണ് ശത്രുക്കളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത്. Brother and sister, this morning, inspired by the Holy Spirit of God, I have another message for you. പരിശുദ്ധാത്മാവിനാൽ ഉദ്ധരിപ്പിച്ച് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, if you take the things of God lightly, ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ അരുളപ്പാട് നിങ്ങൾ ലൈറ്റായിട്ട് എടുക്കുവാണെങ്കിൽ, if you take the Pentecostal Christian life in a loose manner, നിങ്ങൾ ആയിരിക്കുന്ന ഈ പെന്തിക്കോസ്ത് ജീവിതം നിങ്ങൾ ലൂസായിട്ട് എടുക്കുവാണെങ്കിൽ, individuals and family and as a church, വ്യക്തിപരമായിട്ട് കുടുംബമായിട്ട് സഭയായിട്ട് വിളിച്ചു പറയുന്നത്, the glory will depart from your home. ദൈവസന്നിധി നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പോയി പോകും. The presence of God will depart from your personal life. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം പോയി പോകും. You may have everything in your family, the car and the house and the job and everything will go as usual, but the presence of God will not be there. ഭൗതികമായ കാറായിക്കോട്ടെ ബംഗ്ലാവ് എല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പോയിരിക്കും. The church, that is the same situation. സഭയായിരിക്കുന്നവർക്കും ഇതേ സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. We will ever sing and sing 2 songs and 3 people pray and a message, but there won't be the presence of God here. പാട്ടുണ്ടാവും, ആരാധന ഉണ്ടാവും, പ്രസംഗം ഉണ്ടാവും, എന്ന ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടുപോകും. The glory departed the church. ദൈവ സാന്നിധ്യം സഭയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. That may be the situation for us too. നമുക്കും ഈ സാഹചര്യം സംഭവിക്കാൻ ഇടയാകും. If that is you and me this morning, ഞാനും നിങ്ങളും അതിനൊരു ഇടയായെങ്കിൽ, God is giving us another opportunity. ഒരു അവസരം കൂടെ സർവശക്തനായ യഹോവ നിങ്ങളുടെ മുമ്പാകെ Come തരുവാ. back to the Lord. ദൈവത്തിലേക്ക് മടങ്ങി വരാം. Take the word of prophecy seriously. ദൈവത്തിന്റെ പ്രവചനം അത് സീരിയസ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. When the man of God says that thus says the Lord, യഹോവ ഈ പ്രകാരം പറയുന്നു എന്ന് ദൈവഭക്തൻ വിളിച്ചു പറഞ്ഞു. take it hardly. അത് വളരെ കഠിനമായി തന്നെ നിങ്ങൾ ഏറ്റെടുക്കുക. Otherwise we will come to a situation we have everything but the presence of God. എല്ലാം ഉണ്ടായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം ഇല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. I really feel so bad for that kid. ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്ത് എനിക്ക് വളരെ ശോചനീയമായി ദയനീയമായി എനിക്ക് തോന്നി. Wherever he walk around, he is just declaring that I am, hallelujah, and a glory departed kid. ആ ഇക്കബത്ത് എന്ന് പറഞ്ഞ കുട്ടി എവിടെ പോകുമ്പോഴും അവനെ വിളിക്കുന്നവനെ കാണുന്നു ദൈവത്തിന്റെ മഹത്വം പോയി എന്നൊരു രീതിയിലായിരിക്കത്തില്ലേ? We don't want to have a generation in front of us. We don't want our daughters and sons walk around in our community, school and churches as a label saying glory departed. നാം ആയിരിക്കുന്നിടത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നിടത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ സ്കൂളിലായിരിക്കട്ടെ ദൈവത്തിന്റെ മഹത്വം പോയി എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുവാൻ ഇടയാകരുത്. That is the
primary responsibility for this church. നമ്മുടെ സഭയുടെ ഏറ്റവും അത്യന്തികമായ ഉത്തരവാദിത്തം അതായിരിക്കണം. I don't want any one of them when they go to the college or school, when other people see that there is no presence of God in this kid. നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് സ്കൂളിലോ കോളേജിലായിക്കോട്ടോ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇല്ലല്ലോ എന്ന് പറയാൻ ഇടവരരുത്. I don't want anybody walking into the church. We are praying for souls to come. We are praying for other people, unsaved people to come. I don't want they come into the church and just say there is no presence of God here. ആമേൻ. നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനാത്മാക്കൾ കടന്നു വരുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമില്ല എന്ന് അവർ വിളിച്ചു പറയുവാൻ ഇടവരരുത്. Our songs cannot change anybody. ആമേൻ. നമ്മുടെ പാട്ട് ഒരാളെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. Our programs cannot change anybody. നമ്മുടെ പരിപാടികൾ ഒരാളെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. Amen. Let the people feel the conviction and the Holy Spirit of God. കടന്നു വരുന്നവര് ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവരെ തന്നെ സമർപ്പിക്കുന്ന ഒരു ഇട കടന്നു വരട്ടെ. And the responsibility is upon every one of us. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ സഭയുടെ ഉത്തരവാദിത്തം അതായിരിക്കട്ടെ. Hallelujah. So look at the situation. The whole condition of Israel is really bleak, really bad. വളരെ പരിതാപകരമായ ഒരു സാഹചര്യത്തിലല്ലേ ആ ഇസ്രായേൽ ജനം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. And let's quickly go through chapter 5. What happened now? All of a sudden the ark is in the enemy camp. പെട്ടെന്ന് തന്നെ 5-ാം വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ പെട്ടകം ഫെലിസ്ത്യർ ശത്രുക്കളുടെ കയ്യാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. Not only that, the worst is that where they took the ark of God to where? എവിടെയാണ് ഈ പെട്ടകം കൊണ്ടുപോയതെന്ന് നിങ്ങൾക്കറിയാമോ? They went and put that in their temple. അവരുടെ അമ്പലത്തിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു അവസ്ഥയിൽ കടന്നു വന്നു. That is so sad. ആമേൻ. അത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയല്ലേ? When the children of God and when the priesthood do not, take things seriously, what will happen is some of our holy of holy things will end up, in the pagan people's hand and the temple. At that point, what will you say? ആമേൻ. പൗരോഹിത്യ വർഗത്തിലുള്ളവര് ദൈവത്തിന്റെ മക്കള് എടുക്കേണ്ട കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അത് ജാതികൾ എടുത്തുകൊണ്ട് പോയി അവരെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചാൽ എത്ര പരിതാപകരമായാണ്. There is a message for those who are really hearing me online. എന്നെ ഓൺലൈനിൽ കൂടി ശ്രവിക്കുന്നവർക്ക് ഒരു ദൂത് വിളിച്ചു പറയട്ടെ. Brother and sister and the pastor who hear me. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ശുശ്രൂഷക. If you do not take care of the Lord's ministry, if you do not take care of the church, if you do not take care of your family and the children, sacredly. ആമേൻ. നിങ്ങളായിരിക്കുന്ന സഭയായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബമായിക്കോട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളരെ പരിപാവനമായി നിങ്ങൾ ഏറ്റെടുത്തില്ല എങ്കിൽ, some of the things that God has entrusted you, നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ ഗൗരവമായി ഏറ്റെടുത്തില്ലെങ്കിൽ, that will end up in the pagan culture, that will end up in the other people's hand. Amen. Hallelujah. That will be a sad situation. നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് എന്തു തന്നെ ആയിക്കോട്ടെ, അത് ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു പോകും. Praise God. Hallelujah. Hallelujah. It ended up in the pagan temple. അവൻ ക്ഷേത്രത്തിലെ ദൈവത്തെ അവിടെ ക്ഷേത്രത്തിൽ അകപ്പെട്ടിരുന്ന ഒരു അവസ്ഥ. And then the next day when they looked at it, the god of their Dagon is on the floor. അവരുടെ ദൈവം ദാഗോൻ അവിടെ വീണ് കിടക്കുന്ന ഒരു അവസ്ഥ പിറ്റേ ദിവസം കാണുന്നു. This ark still has power. അവൻ പെട്ടകമായിരിക്കുന്നത് അപ്പോഴും അതിനകത്ത് ശക്തിയുണ്ട്. Amen. But it wasn't manifesting for the children of God. But when he went to the pagan temple, it flipped their God upside down. ആമേൻ. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അത് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജാതികളുടെ ഇടയിൽ പോയപ്പോൾ അവരുടെ ദൈവത്തെ മറച്ചിടുവാൻ തക്കോണം ശക്തി പെട്ടകത്തിനുണ്ടായിരുന്നു. I wanted to speak one message from that chapter, but I want to go to a different message. ഈ 5-ാം അധ്യായത്തിൽ നിന്ന് ഒരു വലിയൊരു ദൂത് വിളിച്ചു പറയണമെന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് വളരെ പെട്ടെന്ന് ഞാൻ കടന്നു പോവാം. All of a sudden they got a sickness and their God has no rest. Every time they come and lift and put him up, the next day even worse than that,
one. So they said, you know what, get rid of this thing out of here and give it to somebody, Israel. അമ്മ പെട്ടകമായിരിക്കുന്നിടത്ത് അവരുടെ ദൈവത്തിന് പലവിധമായ പ്രശ്നങ്ങൾ വന്നു വീണു പോകുന്നു, പിന്നെയും എടുത്തു വയ്ക്കുന്നു. അവരുടെ ജനത്തിന് മഹാവ്യാധികളാൽ അകപ്പെട്ടുകൊണ്ട് പോകുന്ന പല അവസ്ഥകളും അവർ അനുഭവിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞു, ഈ പെട്ടകം ഇവിടെ ഒന്ന് മാറ്റിയേ കഴിയത്തുള്ളൂ. So they called the Philistine priests and they said, how do we really send this back? ഫെലിസ്ത്യ പുരോഹിതന്മാരെ വിളിച്ചിട്ട് എങ്ങനെ നമുക്ക് ഇത് ഇവിടെ നിന്ന് എടുത്തു കളയാമെന്ന് നോക്കുന്നു. So again, this is another message that if you really look at the response of the Philistines, it is better than any one of us. ആമേൻ. നമ്മളിൽ ഇവരുടെ ആ റെസ്പോൺസ് നോക്കുമ്പോൾ അത് നമ്മളെക്കാൾ അധികമായിട്ട് അവർ അത് അറിഞ്ഞിരിക്കുന്നത് കാണാം. The Philistine priest said, hey, you know what, number one, don't send the ark of God empty-handed. ആമേൻ. നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് ഈ പെട്ടകം തിരിച്ചു കൊടുക്കുമ്പോൾ വെറുതെ തിരിച്ചയക്കരുത്. Amen. Second thing is that you got to have some gifts and with the sacrifice of guilt offering, because you already did a sin with that one. So guilt offering, sacrifice, everything you got to give it to them. ആമേൻ. പ്രതിഫലം കൊടുക്കണം. പ്രായശ്ചിത്തമായിട്ട് നിങ്ങൾ മടക്കി അയച്ചെങ്കിലേ നിങ്ങൾക്ക് വെറുതെ മടക്കി അയക്കരുത്, പ്രായശ്ചിത്തമായി മടക്കി അയക്കണം. Chapter 6 verse 6 is a mystery there. 6-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ the pagan priests, the Philistine priests are saying to the people, do not harden your heart like the Egyptians and Pharaoh's heart. 6-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തെ മിസ്രൈമ്യ ഫറവോൻ കഠിനമാക്കിയതുപോലെ നിങ്ങൾ കഠിനമാക്കരുത്. Who is preaching to whom now? ആരോടാ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾ നോക്കിയേ. Philistines are saying this same concept. The Israelites should be saying that we should not be hardened our heart. Now the Philistine priests are saying to their people, do not harden your heart like the Egyptians and Pharaohs did it. ഇസ്രായേലിന്റെ പുരോഹിതന്മാർ തിരിച്ചറിഞ്ഞ അവരുടെ ജനത്തോട് പറയേണ്ട നിങ്ങൾക്ക് ഹൃദയം കഠിനമാക്കരുതെന്ന് പറയുമ്പോൾ ഇവിടെ ശത്രുക്കളായ ഫിലിസ്ത്യർ അവരുടെ ജനത്തോട് പറയാ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുതെന്ന്. Praise God. This is something I'm not saying in a negative way. You know, there was a time that the convention and the preaching of the word of God was pretty much a Pentecostal pastor's territory. ആമേൻ. ചില കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അത് വളരെ അത്യന്ത ശക്തിയായി പോയിരുന്ന ഒരു അവസ്ഥ. It was pretty much only the Pentecostal preachers had the interpretation skills, and they are the one to preach the word, and the convention were pretty much their territory. ആമേൻ. വചനത്തിൽ കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ അവർക്ക് വചനം പറയുവാനും അത് ഇന്റർപ്രറ്റ് അത് വ്യാഖ്യാനിക്കാനൊക്കെ ഉള്ള അധികാരമായിരുന്നു. But you know who is preaching today more? എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നോക്കി ഇവിടെ ആരാ പ്രസംഗിക്കുന്നത് നോക്കി. Hallelujah. Today there are so many others coming from the other side and preaching so powerfully to the Pentecostals. ആമേൻ. എന്നാലോ അവിടെ നിന്ന് മാറ്റിട്ട് ജാതീയരായർ വന്നിട്ട് ദൈവത്തിന്റെ മഹത്വത്തെ വിളിച്ചു പറയുന്ന ബന്ധുക്ക സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. I mean, I am not going there so much. I don't want to digress, but look at the sad situation. We, the people, should be the one taking the message. Don't harden our hearts. ആമേൻ. നമ്മൾ ഈ ദൂതനെ ഏറ്റെടുത്തിട്ട് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാതെ പോകണമെന്ന് വിളിച്ചു പറയുന്നു. Amen. Then again, so they decided to send the ark over there. They said, how do we, now we got the gift and we got everything. Now, how do we know that God was the one who really was causing all this problem? ആമേൻ. അവരെല്ലാം എടുത്തു, പ്രതിഫലങ്ങളും എല്ലാം എടുത്തു, പ്രായശ്ചിത്തമായി എല്ലാം എടുത്തിട്ട് അവർ വീണ്ടും പറയുന്നു, എങ്ങനെയാണ് ദൈവം യഥാർത്ഥമായി നമ്മളെ ബാധിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത്. So they said, you know what, let's take 2 milking cows and prepare a new cart and separate their calves from the cows and tie this a yoke on it, put the cart and send the cart to Israel. ആമേൻ. അവർ പറയുന്നത് ഓക്കെ, 2 കറവയുള്ള പശുക്കളെ എടുക്കുക, അവരെ കിടാവിനെ മാറ്റി നിർത്തുക, എന്നാൽ അതിനെ ഒരു വണ്ടിയിൽ മേൽക്ക് വെച്ച് കെട്ടുക. And if these animals go straight to Israel, പെട്ടകം അതിന്റെ വണ്ടിയുടെ മുകളിൽ വെച്ചിട്ട് അത് നേരെയാ പോകുന്നതെങ്കിൽ we will know that the God of Israel was the one causing the problem. നേരെ പോകുന്നതെന്ന് കാണുവാണെങ്കിൽ എന്നാൽ ഇസ്രായേലിന്റെ ദൈവമാണ് നമുക്ക് ഈ കഷ്ടതകൾ വരുത്തിയെന്ന് തിരിച്ചറിയാം. Now think about it. It is their idea, because they thought, number one, 2 cows, they are not tamed. So if you put an yoke on them, and tie the cows, untrained cows,
they just keep on spinning. They don't go anywhere because they don't have a direction. അവരുടെ ഉള്ളിൽ ജനിച്ച ഐഡിയ നോക്കി അവർ രണ്ട് പശുക്കിടാങ്ങളെ കറവയുള്ള പശുക്കളെ എടുക്കുക, ഒരിക്കലും പരിശീലനം ലഭിക്കാത്ത ഒന്നിന്റെ മുകളിലേക്കാണ് നുകമെടുത്ത് വയ്ക്കുന്നത്. And they were even smarter. They said, you know what? Let's separate these are young cows, separate the cows immediately from them and then ask them to go forward. അവരുടെ അതിനകത്തുനിന്ന് കിടാക്കളെ മാറ്റിവെക്കാൻ വീണ്ടും അവർ അതിന് പറയുന്നു. Naturally they know that one. If these cows, they will not separate from their young cows. നോക്ക്, അവരുടെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒരിക്കലും ഈ പശുക്കൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. I mean, so they put this test and said, if they go straight over there, then we will know it is the hand of the Israel's God. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ പശുക്കള് നേരെ അവരുടെ ഇസ്രായേലിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അത് ദൈവത്താൽ സംഭവിച്ചോ നമ്മൾ തിരിച്ചറിയും. Now our God got a problem. ആമേൻ. നമ്മുടെ ദൈവത്തിന് ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നു. Even though they put it that way, our God has to now prove that He was the one caused all the problem over there. ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന് മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നം അവർ ഇങ്ങനത്തെ എല്ലാം ചെയ്തപ്പോൾ അത് കൊണ്ടുവരേണ്ടത് ദൈവത്തിന്റെ So now കടമയാണ്. He has to convince these two cows to go straight. എന്നാൽ ഈ പശുക്കളുടെ മേൽ ഇവർ നേരെ പോകണമെന്ന് പശുക്കൾക്ക് കൊടുക്കേണ്ട ദൈവത്തിന്റെ They കടമയാണ്. put the cart and they put the yoke and the Philistines are standing over there to see if this is a chance. പശുക്കളുടെ മുമ്പിൽ ദുഃഖം വെച്ച് പെട്ടകം വെച്ചിട്ട് അവർ പുറകെ നോക്കിക്കൊണ്ടിരിക്കുക, ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്. Our God said to the two cows, don't look left and right, go straight to Israel. സർവശക്തനായ യഹോവ പറഞ്ഞു, ഇടവും വലവും നോക്കണ്ട, മുമ്പോട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞു. And they went straight without doing anything. ഒന്നും ചെയ്യാതെ തന്നെ അവരുടെ മുമ്പിലായിരിക്കുന്ന നേർവീതിയിൽ കൂടെ തന്നെ അവർ മുമ്പോട്ട് പോയി. When I meditated this one, I closed my book for some time because I couldn't do anything anymore. ഈ വചനഭാഗം ധ്യാനിച്ചപ്പോൾ ഞാൻ ആ വചനം മടക്കി വെച്ചിട്ട് വീണ്ടും ധ്യാനിക്കാൻ തുടങ്ങി. The children of God, the very own people of God, ദൈവത്തിന്റേതായ സ്വന്തം ജനം, they don't understand the voice of God. ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയാത്ത, They don't understand the principle of God. ദൈവത്തിന്റെ തത്വങ്ങളെ തിരിച്ചറിയാത്ത ജനം. But now the God told these two animals to go straight. They did. ആമേൻ. എന്നാൽ ഈ മൃഗത്തോട് പറഞ്ഞപ്പോൾ, നേരെ പോകാൻ പറഞ്ഞപ്പോൾ നേരെ തന്നെ പോയിരിക്കുന്ന അവസ്ഥ. To reveal His glory. തന്റെ മഹത്വം അവരുടെ ജനത്തിന് മുമ്പാകെ Because the Philistines are standing back and saying that if they don't go straight, it was not the God of Israel did it. It was by a chance it happened to us. ആമേൻ. പരീക്ഷിക്കുവാൻ തക്കവണ്ണം ഫെലിസ്ത്യരെ പുറകെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നേരെ പോയില്ല എങ്കിൽ ഇത് ദൈവത്താൽ സംഭവിച്ചില്ല എന്ന് അവർ വിളിച്ചു പറയും. Amen. Brother and sister, this is where we need to confess our life. ഈ സാഹചര്യത്തിൽ ഈ സമയത്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറ്റസമ്മതത്തോടെ ആയിരിക്കേണ്ടത്. The two animals obeyed the voice of God. I don't know how God communicated. We have many examples in the Bible, but at this particular time they went straight to Beth-Shemesh. ആമേൻ. ഇവിടെ ആ രണ്ട് അനേക ഇടങ്ങളിൽ ദൈവം മൃഗങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ആ രണ്ട് മൃഗങ്ങള് ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് നേരെ ബെത്ശെമേശിലോട്ട് പോയിരിക്കുന്നു. And they reached there, and then the Israel people saw the ark came back. ആമേൻ. ഇസ്രായേൽ ജനം തന്റെ ഇടത്തിലേക്ക് ആർക്ക് വന്നപ്പോൾ അവർ സന്തോഷിച്ചു. They were very rejoicing. അവർ വളരെ സന്തോഷഭരിതരായി എന്നൊക്കെ പറയുന്നു. And all of a sudden they kind of sacrificed the cows and they did the ritual and they were very happy. They were shouting, praise God. ആമേൻ. ദൈവത്തിന് മഹത്വം കൊടുത്ത് കണ്ടിരിക്കുന്നതിന് ദൈവത്തിന് യാഗം അർപ്പിച്ചിട്ട് അവർ സന്തോഷത്തോടെ ആയിരിക്കുന്നു. But chapter 6 verse 19, something really important. 6-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ചില പ്രധാനമായ ചില മർമ്മങ്ങൾ അവിടെ വിളിച്ചു പറയുന്നു. They were rejoicing and they opened the ark cover. വളരെ സന്തോഷത്തോടെ ആ പെട്ടകം തുറക്കുവാൻ അവർ ശ്രമിക്കുമ്പോൾ immediately God struck them. അവൻ ആ പെട്ടെന്ന് തന്നെ ദൈവം അവരെ അടിക്കുവാൻ ഇടയായി. Some translations say 70 people, some translations say 50,000, 70 people. But there is a translation error over there. I don't think in that village 50,700 people were, but at least some people were immediately struck and died. ചില ട്രാൻസ്ലേഷനിൽ 17 people എന്ന് പറയുന്നു, ചിലത് 50,000 എന്ന് പറയുന്നു. എന്നാൽ അവിടെ കുറച്ച് ജനം സംഹരിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Why did that happen? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? Because the ark of God need to be dealt differently. എന്നാൽ ഇവിടെ ആയിരിക്കുന്ന പെട്ടകത്തെ ട്രീറ്റ് ചെയ്യേണ്ടതിന് ഒരു പ്രത്യേകമായ അവസരമുണ്ട്.
Leviticus chapter 16, we read 2, 3, and 4 verses. ലേവ്യ പുസ്തകം 16-ന്റെ 2-3 നമ്മൾ വായിക്കുമ്പോൾ In the tabernacle, in the holy of holy place, where the ark of covenant sits, the mercy seat on the top, and God said to Aaron, when you enter into that place near the mercy seat, you better have completely holy and sacrifice a lamb before yourselves, and only with the blood you go there. And then verse 4 it says, for you not to die, even your garments should be holy. ആമേൻ. നീ അഹരോനോട് പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ ശുദ്ധീകരിച്ചിട്ട് വേണം നീ ഇതിനകത്തേക്ക് കടക്കുവാൻ തക്കവണ്ണം. നിന്റെ അങ്കി പോലെ ശുദ്ധിയുള്ളതായിട്ട് വേണം നീ ഇതിനകത്ത് സാക്രിഫൈസ് ചെയ്യാൻ കടന്നു വരാൻ. That's the way the priest need to enter near the ark of God. അങ്ങനെയാണ് ആ ദൈവത്തിന്റെ പെട്ടകത്തിലേക്ക് പുരോഹിതനെ കടത്തി ചെല്ലേണ്ടത്. Numbers chapter 4 we read. ആ സംഖ്യാപുസ്തകം 4-3 ഇങ്ങനെ വായിക്കുന്നു. Here when the ark needs to be moved from place to place, God said the following needs to be done. ഒരു സ്ഥലത്ത് നിന്ന് പെട്ടകം മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവം പറയുന്നു. The group of people from the Levite called the Kohathites, and they have to sanctify themselves. കൊഹാത്യർ, ലേവ്യ ഗ്രൂപ്പിലുള്ള കൊഹാത്യർ അവരെ തന്നെ ശുദ്ധീകരിക്കണം. They have to use 2 long poles and put through the ring and lift the ark. നീളമുള്ള വടി ആ പെട്ടകത്തിനകത്ത് ഇട്ടിട്ട് ആ വടിയോട് കൂടിയാണ് പെട്ടകം ഉയർത്തേണ്ടത്. None of them to touch the ark. ആ പെട്ടകത്തിൽ ആരും തന്നെ തൊടുവാൻ പാടില്ല. If you do it, you will die. നിങ്ങൾ അതിനെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. I mean, that is when you transport. അങ്ങനെ ആയിരിക്കണം ഈ പെട്ടകം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് Now പോകുന്നത്. let's see that previously when Joshua chapter 3 we see this ark was moving. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് എങ്ങനെയാണ് ഒരു പെട്ടകം പോകുന്നത് They കാണാം. came by the Jordan River. യോർദാന്റെ നടുവിലേക്ക് അടുത്തേക്ക് കടന്നു വരുന്നു. Joshua commanded the priest who who carry the ark should go first. ആമേൻ. പെട്ടകം ചുമക്കുന്ന ആ പുരോഹിതന്മാർ ആദ്യം തന്നെ കടക്കണം. And the people should stay 3,000 feet away from the ark. എന്നാൽ ഈ പെട്ടകത്തിന് പിന്നാലെ 3000 അടി പിറകിലായിരിക്കണം ഈ ജനമായിരിക്കേണ്ടത്. What happened to all of those things? ഇത് ഇത്രയൊക്കെ ചെയ്തിട്ട് ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? Now the ark became very casual. ഇപ്പൊ ഒരു സാധാരണമായി കാണുന്നത് പോലെയാണ് ഇവർ അവരുടെ പെട്ടകത്തെ കണ്ടിരിക്കുന്നത്. Everybody taking it so lightly. വളരെ ലളിതമായിട്ടാണ് ഇവർ ഈ പെട്ടകത്തെ കാണുന്നത്. Everybody. എല്ലാവരും തന്നെ ഈ പെട്ടകത്തെ അങ്ങനെ കണ്ടുകൊണ്ടുപോകുന്നു. You might say, Pastor, what is the application? എന്താണ് ഇത് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കും. Apostle Paul said in 1 Corinthians chapter 11. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. When you come near the Holy Communion. നിങ്ങൾ ഹോളി കമ്മ്യൂണിയൻ കർത്തൃമേശയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ, if you take part this in an undefiled manner. നിങ്ങൾ മലിനീകരമായി നിങ്ങൾ ഇത് എടുക്കുവാണെങ്കിൽ, in an unworthy manner. അയോഗ്യമായി നിങ്ങൾ ഇത് എടുക്കുവാണെങ്കിൽ, some of you will get sick and some of you will die. ചിലർ അസുഖം ബാധിക്കും, ചിലർ മരണത്തിന് പോലും വീഴുവാൻ ഇടയാകും. we take that seriously? അങ്ങനെയുള്ള ഒരു സീരിയസ് ആയിട്ടാണോ ഞാനും നിങ്ങളും ഇതിനകത്തേക്ക് കടന്നു വരുന്നത്? The same people were playing with the ark for some time. ഈ പെട്ടകത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ആൾക്കാര്, the Levites are the ones supposed to carry the ark. ഈ ആർക്ക് കൈകാര്യം ചെയ്യേണ്ടത് ലേവിയ ഗോത്രത്തിലുള്ളവരാണ്. but now everybody. എന്നാൽ ഇന്നോ കാണുന്നവരെല്ലാം കേറി പെട്ടകം എടുക്കുന്ന ഒരു അവസ്ഥ. brother and sister, this is another message for you. മറ്റൊരു ദൂത് ഇന്ന് പ്രഭാതത്തിൽ സഹോദര സഹോദരി വിളിച്ചു പറയട്ടെ. I mean, if you are not called for certain ministry, it is not your part to touch that thing. നിങ്ങളെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് കൈകടത്തുവാൻ നോക്കരുത്. I mean, you may have the skill, you may be the talented, but if the God's call is not upon you, that is not something for you. കഴിവും മിടുക്കും ഉണ്ടെന്ന് ഉള്ളിലൊരു ചിന്തയുണ്ടെങ്കിൽ പോലും ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ല എങ്കിൽ ആ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ കൈയെടുത്തു വെക്കരുത്. We have no right to ask why only Kohathites can carry the ark. ഒരുപക്ഷെ നമുക്ക് കൊഹാത്യർ എന്തുകൊണ്ട് കൊഹാത്യർ മാത്രം ഇത് ഈ പെട്ടകം എടുക്കുന്നു എന്ന് ചോദിക്കാം. Yeah, that is a sovereign rule of the God that only they can do it. That means they can only do. ദൈവത്തിൽ നിന്നുള്ള ഒരു റൂളാണ് അത്, അവർ മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. You cannot question why such a calling upon that person, that sister, that brother. എന്തുകൊണ്ട് ആ സഹോദരിക്ക് അങ്ങനെയുള്ള വിളി ഉണ്ടായെന്ന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ഇല്ലവേ ഇല്ല. Recognize what is your call and do that faithfully. Don't step and try to do something that you are not called. This is again and again I want to emphasize in this church. വീണ്ടും ഈ സഭയിലോട്ട് ഞാൻ വിളിച്ചു പറയുന്നത്, എന്റെ
നിങ്ങളുടെയും വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞ ആ വിളിക്കനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കാൽ ചുവടുകൾ വെക്കുക. Amen. Praise God. Hallelujah. സ്തോത്രം, സ്തോത്രം. Many people got killed. അവിടെ അനേക ആയിരങ്ങൾ കൊല്ലപ്പെടുവാനിടയായി. So Mechamish people said, we don't want this thing here. വീണ്ടും അവർ പറയുന്നു, നമുക്ക് ഇത് ഇവിടെ വേണ്ട എന്ന് പറയുന്നു. So Philistines didn't want the ark of God, and now came to Israel, and the Mechamish people said, who can stand in front of this holy God? We don't want it. Take it to somewhere. They called the Kiryat Jearim people and said, come and take it. ഫെലിസ്ത്യർക്ക് വേണ്ട പെട്ടകം, അവരുള്ളവർക്ക് വേണ്ട പെട്ടകം, അവർ വീണ്ടും കിര്യത്ത് യെയാരീം ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പെട്ടകം എടുത്തുകൊണ്ട് പോകണം. They came. അവർ അവിടേക്ക് കടന്നു വന്നു. And they took it to Kiryat Jearim into the Abinadab's house. കിര്യത്ത് യെയാരീമിൽ അബീനാദാബിന്റെ ഭവനത്തിലേക്ക് ആ പെട്ടകം കൊണ്ടുവന്നു. And this consecrated his son Eleazar. അങ്ങനെ എലയാസറിനെ അവർ ശുദ്ധീകരിച്ചെടുത്തു. I mean, so much to say, but I am moving very fast to my message. But just one thing here. ഒരു കാര്യം തന്നെ വളരെ വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയട്ടെ. Even at this point, why they didn't think of taking the tabernacle to the Shiloh? That's where it was. ഈ സമയം അവർ ശിലോയിൽ നിന്നല്ലേ പെട്ടകെടുത്തുകൊണ്ട് എന്തുകൊണ്ട് അവർ ശിലോയിലേക്ക് കൊണ്ടുപോകാൻ മടിച്ചു? Why is it they chose to take it to Kiryat Jearim, to a person's house? എന്തുകൊണ്ടാണ് ശിലോയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് കിര്യത്ത് യെയാരീമിലുള്ള അബീനാദാബിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നത്? I tell you what I kind of got, and you can meditate about it. But this is the conclusion I came to it, because the Kiryat Jearim people said, Shiloh is a corrupted place. We cannot take the ark over there. അവിടെ കിര്യത്ത് യെയാരീമിലേക്കുന്ന ജനങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, ശീലോമില് കറപ്റ്റഡ് ആയിരിക്കുന്നു, ഇനി അവിടേക്ക് ഈ പെട്ടകം എടുക്കുവാൻ. That's where Eli and his sons defiled that place like anything, and there is no presence of God there. We cannot take the ark over there. അവിടെയാണ് ഏലി പുരോഹിതന്റെയും രണ്ട് പുത്രന്മാരും, അവിടെയാണ് അവർ മലിനീകരിച്ച് മലിനമാക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. അവിടേക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ല. Oh, this thing really began to bother me so much. This is the view many people have about the churches today. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത് ഇതാണ്. പല കാലഘട്ടങ്ങളിലും പലരും ഇങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. Brother and sister, we can blame anybody you want, but you know what? Many people don't want to come to church because they think that the presence of God is not there. There is no point in going there. ആമേൻ. സഹോദര സഹോദരി, നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് അന്യോന്യം പഴി പറയാമെന്നല്ല, ഇവിടേക്ക് നോക്കിയിട്ട് പലരും വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലല്ലോ എന്നൊരു പക്ഷേ വിളിച്ചു പറയുന്നുണ്ടാകാം. That's you and me. ഞാനും നിങ്ങളും അതിന് കാരണമായിട്ടുണ്ടോ? They don't want to take the ark to Shiloh. They're taking it to a house. ആമേൻ. ശീലോയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് കിര്യത്ത് യെയാരീമിലുള്ള ഒരു അബീനാദാബിന്റെ ഭവനത്തിലേക്ക് അത് I am not promoting house churches, but many people are so much heartbroken in their own heart and say, is it better to stay in the home and worship than going into a church? സഭയെ നിശ്ചിതമായി വിമർശിക്കുന്നില്ല പലരും കേൾക്കുന്നവരെന്നെ പലരും സഭയിൽ പോകുന്നതിന് പകരമായിട്ട് എന്റെ ഭവനത്തിൽ ഇരുന്ന് ആരാധിച്ചുകൂടെ എന്ന് ഒരു പക്ഷെ ചോദിക്കുന്നുണ്ടാകാം. Because the church is becoming corrupted with selfishness and politics. ആമേൻ. സ്വേച്ഛാധിപതിയുടെയും കറപ്റ്റഡ് ആയിരിക്കുന്ന പല സഭകളുമാണ് ഇന്ന് ആയിക്കൊണ്ടിരിക്കുന്നത്. You and me are responsible for that. ഞാനും നിങ്ങളുമാണ് ഇതിനധികം ഉത്തരവാദിത്തമായിരിക്കുന്നത് ഞാൻ വിളിച്ചു പറയുന്നു. Any one of us a part and parcel of that kind of things, God will make you and me accountable for that. ദൈവസന്നിധിയിൽ ദൈവസഭയ്ക്ക് ഞാനും നിങ്ങളും ഇങ്ങനെ സഭ ദുഷിക്കുന്നതിന് കാരണമായിട്ടുണ്ടെങ്കിൽ ദൈവം ന്യായാസനത്തിന് മുമ്പാകെ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. They kept the ark over there. അവിടെ ആ പെട്ടകം അബീനാദാബിന്റെ ഭവനത്തിൽ വെക്കുന്നു. It's over there, and now I'm coming to the main message. ഞാൻ എന്റെ പ്രധാന ദൂതിലേക്ക് ഞാൻ വീണ്ടും കടന്നു വരട്ടെ. Chapter 7 verse 2 and 3. 7:2-3 ഇങ്ങനെ വായിക്കുന്നു. And the ark was there for 20 years. 20 വർഷമാണ് ആർക്ക് അവിടെ ആയിരിക്കുന്നത്. And they lamented and wailed to God. അവിടെ ദൈവത്തെ യഹോവയോട് അവർ വിലപിച്ചു എന്ന് കാണിക്കുന്നു. Why? എന്തുകൊണ്ടാണ്? 20 years. 20 വർഷമാണ് sitting in the house. Eleazar is maintaining it.
but nothing happening. ആമേൻ. ഭവനത്തിനകത്തായിരിക്കുന്ന എലിയാസർ അതിനുള്ള ശുശ്രൂഷ ചെയ്യുന്നു, എന്നാൽ ഒന്നും സംഭവിക്കാത്തൊരവസ്ഥ. He's not killing anybody, he's not making anybody alive. ആരെയും ജീവിപ്പിക്കുന്നുമില്ല, ആരെയും കൊല്ലുന്നുമില്ല, നിശ്ചലമായി ഇരിക്കുന്ന ഒരവസ്ഥ. Maintaining. Eleazar maintains every day. അത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. This is the church today. അത് അങ്ങനെയുള്ള ഒരു സമാനമായ അവസ്ഥയാണ് ഇപ്പോഴത്തെ സഭകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Church is maintaining. സഭ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ. We got things, the rituals we maintaining. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമായി നോക്കിക്കൊണ്ടുപോയിരിക്കുന്ന ഒരു അവസ്ഥ. But nothing is happening in the church. ഒന്നും തന്നെ സംഭവിക്കാത്ത ഒരു സഭ നിശ്ചലമായി പോയിരിക്കുന്ന ഒരു അവസ്ഥ. That the people 20 years later they recognize it. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് അവിടുത്തെ ജനം തിരിച്ചറിയുവാൻ They തുടങ്ങുന്നത്. said, what is happening with us? എന്താണ് നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? They started wailing. ആമേൻ. അവർ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. Chapter 7 verse 3. 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ What is it? Let's put it over there. അപ്പോൾ Samuel, then Samuel. അപ്പോൾ ശമൂവേൽ. Where was this guy until now? ഇതുവരെ എവിടെയായിരുന്നു ഈ ശമൂവേൽ പ്രവാചകൻ? We think he is a boy, and no. I mean, if you look at chapter 3 verse 19, it says that the words of Samuel was nothing what he said went without unfulfilled, and he kind of prophesied and did from Beersheba to Dan. He was the prophet. ആമേൻ. 3-ാം അധ്യായം 19-20 വായിക്കുമ്പോൾ ശമൂവേൽ വളർന്നു എന്ന് പറയുന്നു. ദാൻ മുതൽ ബേർശേബ വരെ അവന്റെ പ്രവചനത്തിന്റെ ആഴമുണ്ടായിരുന്നു, പ്രവചനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. He was somewhere in the late 20s. He was a full-fledged prophet. അവളെ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനായിട്ട് അവൻ അവിടെ വളർന്നു. Nobody asked him anything about the ark. ആമേൻ. എന്നാൽ ഈ പെട്ടകത്തെ പറ്റി ആരും അവനോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ല. Nobody inquired to him about God or what we need to do. എന്ത് ചെയ്യണം, ദൈവത്തോട് എന്ത് ചെയ്യണമെന്നും ആരും അവനോട് ഒരു വാക്ക് ചോദിച്ചില്ല. And God shut his mouth for 20 years and he did not say anything to this people. 20 വർഷത്തേക്ക് ദൈവം മൗനമായിരുന്നു, ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലേക്കിരുന്നു. Until they recognized and wailed. അവരത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിലപിച്ചു വന്നപ്പോൾ, when they realized this ark is not doing anything, ഈ പെട്ടകം ഒന്നും തന്നെ തന്റെ ജീവിതത്തിൽ ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, then Samuel spoke. അവിടെയാണ് ശമൂവേൽ പ്രവാചകൻ തന്റെ, that's the junction. God said, now you open your mouth and say. അവിടെയാണ് ദൈവം പറയുന്നത്, ഇപ്പോൾ നിന്റെ വാ നീ തുറക്കണം. And he said the following. ഇതൊക്കെയാണ് അവൻ വിളിച്ചു പറയുന്നത്. And he said, if you are seriously considering to return to the God, നിങ്ങൾ ദൈവത്തിൽ യഥാർത്ഥമായി നിങ്ങൾക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, amen, put away the strange pagan gods, ജാതീയ ദൈവങ്ങളെ നിങ്ങൾ വലിച്ചെറിയണം, and to turn to God and serve him only. ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ മാത്രം ആരാധിക്കുവാൻ ശ്രമിക്കുക. He's talking to the children of God. ദൈവത്തിന്റെ മക്കളോടല്ലേ ഇത് വിളിച്ചു പറയുന്നത്? So that means all this time they have the ark and they have other god there. ആമേൻ. ദൈവത്തിന്റെ പെട്ടകം അവരുടെ ഉള്ളിലുണ്ട്. ആ 20 വർഷവും അവരുടെ അന്യദൈവങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളത്. That's why the God, the covenant, the ark had no power there. അതുകൊണ്ടാണ് അത്രനാളും ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടാതിരുന്നത്. Because they were kind of simultaneously carrying everything together. ആമേൻ. ഒരുപോലെ തന്നെ രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു അവസ്ഥ. So it was not their problem was not that they were handling the ark of God wrong. ദൈവത്തിന്റെ പെട്ടകം തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നൊന്നല്ല. That was not the only problem. അത് മാത്രമല്ലായിരുന്നു, their heart was away from God. അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ദൂരവേയായിരുന്നു. That was the biggest problem. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത്. Amen.
Samuel said, if you are very serious to return, നിങ്ങൾ ദൈവത്തിലേക്ക് യഥാർത്ഥമായി തിരിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ you need to put away the other gods. അന്യദൈവങ്ങളെ നിങ്ങൾ മാറ്റിക്കളയണം. Now, what are the other gods? എന്താണ് അന്യദൈവങ്ങൾ എന്ന് Verse പറയുന്നത്? 4, it said they took away the Baal and the Ashtaroth. There are two different types of gods there. അസ്തരോത്തിന്റെ പ്രതിഷ്ഠകളെയും ബാൽ ദൈവങ്ങളെയും അവര് എടുത്തു കളഞ്ഞു. Why did they serve those gods? എന്തുകൊണ്ടാണ് ഈ ദൈവത്തെ അവർ They ആരാധിക്കുന്നത്? didn't completely reject Jehovah God. അവര് യഹോവയെ നിരാകരിച്ചിട്ട് തോന്നുന്നില്ല. They wanted the favor from this God. ഈ ദൈവത്തിൽ നിന്നും ചില ഇഷ്ടങ്ങൾക്ക് അവർക്ക് സാധിക്കണമായിരുന്നു. Remember, all the Israelites, they were farmers, they were agriculture people. Their livelihood was from agriculture. അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് കൃഷിയിടങ്ങളിൽ നിന്ന് കിട്ടുന്നതായിരുന്നു. And the god of the Baal was the god of weather. ആ കാലാവസ്ഥയുടെ ദൈവം എന്ന് പറയുന്നത് ബാൽ ദൈവങ്ങളെ ആയിരുന്നു. They needed a rain, they prayed it to Baal. അവർക്ക് മഴ വേണമെങ്കിൽ അവർ ബാൽ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. So they realized that that's the only way to get the nice weather for their crop. നല്ല കാലാവസ്ഥ, തന്റെ വിളകൾക്ക് നല്ല കാലാവസ്ഥ വേണമെങ്കിൽ അതാണ് ഒരു വഴിയെന്ന് അവർ തിരിച്ചറിഞ്ഞു. God of Ashtaroth was the fertility god. അസ്തരോത്ത് ആണ് ഫലപുഷ്ടമായ കാര്യങ്ങൾ കൊടുക്കുന്നത്. I mean, if they wanted children, they had to go to God Ashtaroth. തന്റെ തലമുറകളെ വേണമെങ്കിൽ അവർ അസ്തരോത്ത് ദൈവങ്ങളെ ആരാധിച്ചു. One side Jehovah God, one side Baal is for their livelihood, their money, their prosperity. All of that was in this God. ഒരു തരത്തിൽ ബാൽ ദൈവങ്ങളെ മറ്റൊരു അസ്തരോത്തുകളെ തന്റെ ജീവിതാചര്യകൾക്ക് വേണ്ടി, ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിച്ചു. Samuel said, until you put away that one, you cannot turn to ഈ God. കണ്ടിരിക്കുന്ന ദൈവങ്ങളെ എടുത്തു കളഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ തിരിച്ചറിയാൻ കഴിയത്തില്ല എന്ന് ശമൂവേൽ പ്രവാചകൻ പറയുന്നു. Brother and sister, what is the application? എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇത് ഉപയോഗിക്കാൻ പോകുന്നത്? Pastor, we don't serve any Baal or any Ashtaroth. ഞങ്ങൾ ബാൽ ദൈവങ്ങളെ അസ്തരോത്ത് പ്രതിഷ്ഠകളെ ഞങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ പാസ്റ്റർ. No, but we are also the same type of people that even though we do not reject Jehovah God, there are other priorities in our life equally or more for other things. യഹോവയെ നിങ്ങൾ പൂർണ്ണമായി നിരാകരിക്കുന്നില്ല എങ്കിലും അതുപോലെ തന്നെ മറ്റെന്തിനോ നിങ്ങൾ പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് ഓടുന്നു. I mean, we don't call a Baal, but we serve money and other things indirectly, because if we take 24 hours of our day, 7 days of our week, we will know who do we serve more. ആമേൻ. 24 മണിക്കൂർ ഒരു ദിവസം, 7 ദിവസം ഒരാഴ്ചയിലുണ്ടെങ്കിലോ അവിടെ ആരെയൊക്കെയാണ് നിങ്ങൾ സേവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി വ്യക്തമായി തിരിച്ചറിയാം. God saying that until we remove that one, we will not be able to turn to God. ഇപ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതിനെ നിരാകരിച്ചില്ല എങ്കിൽ ദൈവം നിങ്ങളിൽ പ്രസാദിക്കത്തില്ല എന്ന് വിളിച്ചു പറയുന്നു. And then they heard him and they removed it. ആ ശമൂവേൽ പ്രവാചകന്റെ പ്രവചനം കേട്ടിട്ട് അതിനെല്ലാം നീക്കിക്കളഞ്ഞു. Verse 4 says they removed all these things. എല്ലാം നീക്കിക്കളഞ്ഞു എന്ന് 4-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നു. Verse 5 is the key for the message today. 5-ാം വാക്യത്തിന്റെ ദൂത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. Samuel said, God, gather all the Israelites in Mizpah. എല്ലാ ഇസ്രായേലിനെ മിസ്പയിൽ കൂട്ടുവേൻ. I will pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും. That's the junction this church is now. ആമേൻ. ആ ഒരു കാലഘട്ടത്തിലേക്ക്, അവസരത്തിലേക്കാണ് ഇന്നത്തെ സഭ കടന്നു വരുന്നത്. You might say, if they sacrifice, if they threw everything away, isn't that enough, Pastor? ആമേൻ. അവരെല്ലാം നീക്കിക്കളഞ്ഞു, അവരെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് മാത്രം പോരായോ പാസ്റ്റർ എന്ന് ചോദിക്കും. That was the beginning of the revival. അതാണ് ഒരു ഉണർവിന്റെ ആരംഭം എന്ന് പറയുന്നത്. But then the anointed man of God had to pray for them. ആമേൻ. എന്നാൽ അഭിഷക്തനായ ഒരുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. And that time, the revival breaks out. ആ സമയത്താണ് ഉണർവിന്റെ ആരംഭം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. You know what they did? ആമേൻ. എന്താ ചെയ്തതെന്ന് നോക്കി. He drew water and poured into the ground. അപ്പൊ ഭൂമിയിലേക്ക് ആ വെള്ളം ഒഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. Why did they do that? എന്തുകൊണ്ടാണ് അത് ചെയ്തത്? That is a symbolic thing that I'm completely emptying out, O Lord. ഞാൻ എന്നെ തന്നെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് കാണിക്കുക. I am humbling in your presence. ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. Then the next verse said, they said to the Lord, Lord, we have sinned against you. അടുത്തതായി പറയുന്നു, ദൈവമേ ഞാൻ അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു. This is revival. ഇതാണ് ഉണർവെന്ന് പറയുന്നത്. We have a fasting prayer coming. നമുക്കൊരു ഉപവാസ പ്രാർത്ഥന അടുത്ത ആഴ്ച കടന്നു വരുന്നല്ലോ. And before that, what we need to do? എന്താണ് അതിനു മുമ്പാകെ ചെയ്തെടുക്കേണ്ടത്? We are expecting a revival. വലിയൊരു ഉണർവ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. God will send anointed men of God over here to pray for every one of you. അഭിഷക്തനായ ഒരുവനെ നമ്മുടെ ഇടയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ
അയക്കുന്നുണ്ട്. But before that one, we will have to put away things that we need to put എന്നാൽ away. അതിനു മുമ്പ് നമ്മുടെ മുമ്പിലായിരിക്കുന്ന എല്ലാത്തിനെയും കളയേണ്ടതിനെ എല്ലാം ഉപേക്ഷിക്കേണ്ടതിനെ എല്ലാം ഉപേക്ഷിക്കണം. We have to humble ourselves in the front of നമ്മ God. ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കേണ്ടതായിരിക്കുന്നു. Until and unless we do that one, അത് ചെയ്യാത്തടത്തോളം കാലം nothing will happen. ഒന്നും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. If a true revival needs to take place, ഒരു യഥാർത്ഥമായ ഉണർവ് സംഭവിക്കണമെങ്കിൽ we need to come to this stage. ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മടങ്ങി വന്നേ മതിയാകൂ. 20 years the ark didn't do anything good. 20 വർഷം ആ പെട്ടകം ഒന്നും ചെയ്യാതിരുന്ന അവസ്ഥയില്ല. There was a mighty prophet Samuel in the country, ശക്തനായ ഒരു പ്രവാചകൻ ആ പ്രദേശത്തുണ്ടായിരുന്നു. but nothing happened. ഒന്നും തന്നെ സംഭവിച്ചില്ലല്ലോ. But Samuel to enter into the scene, എന്നാൽ ആ സാഹചര്യത്തിലേക്ക് ശമൂവേൽ പ്രവേശിക്കേണ്ടിയിരുന്നു. the first recognition the people had to have was that Lord, this ark is not doing anything. ഓ, ഈ ആർക്ക് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള തിരിച്ചറിവ് ജനത്തിന് വന്നു. That's what we need to come to. അവിടെയാണ് ആ അവസരമാണ് എന്റെ ജീവിതത്തിൽ വരേണ്ടത്. Lord, 10 years, 15 years, we are in the maintenance mode. ഓ, 10-15 വർഷം ഞാൻ ഇങ്ങനെ ഒരേ കാലയിൽ കടന്നു പോവുകയാണല്ലോ. Nothing is happening here. ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ. And we are ready, O Lord. ഓ, ഞാൻ എന്നാ ഇപ്പോൾ ഒരു തയ്യാറെടുപ്പോട് കൂടിയായിരിക്കുന്നു. We are going to put away the other things. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് കളയാൻ പോവുകയാ. There are pride in our life. എന്റെ ഉള്ളിൽ ഒരു ദുരഭിമാനം ഉണ്ടല്ലോ. I'm going to throw that away. അത് ഞാൻ നിരാകരിക്കാൻ പോകും, എടുത്ത് കളയാൻ പോകും. Selfishness in my mind. എന്റെ സ്വാർത്ഥത എടുത്ത് കളയാൻ പോവുകയാ. There are things that I feel like I need to throw away. എനിക്ക് കളയേണ്ടത് ചിലതുണ്ട്, അതൊക്കെ ഞാൻ എടുത്ത് കളയാൻ പോവുകയാ. Brother and sister, we do not want to be any more pretension. ഓ, ഒരു കപടഭക്തിയോട് കൂടെ ഇന്ന് ഇവിടേക്ക് പോരണ്ട സഹോദര സഹോദരി. This morning I'm going to take some time for us to surrender. ഓ, ഇന്ന് പ്രഭാതത്തിൽ ചിലർ ദൈവസ്ഥലിൽ സമർപ്പിക്കാൻ വേണ്ടി ഞാൻ ചില സമയം വേർതിരിക്കുക. Next week is a turning point for not only for family, not only for individuals, a turning point for the church. ആമേൻ. വ്യക്തികൾക്കായിക്കോട്ടെ, കുടുംബത്തിനായിക്കോട്ടെ, അത് മാത്രമല്ല ഈ സഭയ്ക്ക് വലിയൊരു വഴിത്തിരിവാകാൻ പോവുകയാണ് താഴ്ചത്തെ പ്രാർത്ഥന. This church need to move from the maintenance mode to the manifestation of the power of God. ആമേൻ. ഒരു മെയിൻ്റനൻസ് മോഡിൽ നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു വലിയ സഭയായി മാറാൻ പോവുകയാ. And every one of us, including me, will have to confess and say, Lord, I have sinned against you. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ട് ദൈവമേ അങ്ങയോട് പാപം ചെയ്തു എന്ന് വിളിച്ചു പറയാമോ? I fell at the feet of God this early morning and said, Lord, there are things in my life I surrender and I confess. ഇന്ന് പ്രഭാതത്തിൽ എന്റെ അപ്പന്റെ സന്നിധിയിൽ വിട്ടു പറഞ്ഞു, ദൈവമേ ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു, കുറ്റസമ്മതം ചെയ്തു. And I cannot do that for you. നിങ്ങൾക്ക് വേണ്ടി എനിക്കത് ചെയ്യാൻ കഴിയത്തില്ല. But every person today here, ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും, every one of us, ഓ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും, it might be your words or actions, നിങ്ങളുടെ വാക്കുകളായിക്കോട്ടെ പ്രവൃത്തികളായിക്കോട്ടെ, if you have offended anybody, മറ്റുള്ളവരെ ആരെങ്കിലും ഒഫൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, this is the time that you have to unconditionally go and ask forgiveness. അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾ ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ടുന്ന ഒരു അവസ്ഥ. And not only to God, to people also. ദൈവത്തോടല്ല, ദൈവത്തോട് മാത്രമല്ല, ആയിരിക്കുന്ന സഹോദരനോട് സഹോദരിയോട് പോലും. Every one of us need to reconcile. ഓ, ഇവിടെ ഒരു നിരപ്പ് പ്രാപിച്ച് ഓരോരുത്തരും നിരപ്പ് പ്രാപിച്ച് മുന്നേറണം. No one should step into next week with that kind. There is something in our life that is holding the move of the Spirit. ജീവിതത്തിൽ കളങ്കം വെച്ചുകൊണ്ട്, ജീവിതത്തിൽ കറവച്ചുകൊണ്ട് ആരും അടുത്താഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുവാൻ ഇടവരരുത്. The reason for that is this. ഇതാണ് കാരണം എന്ന് പറയുന്നത്. To Eli and his sons, God promised something, but God changed his mind. ഏലിക്കും തന്റെ പുത്രന്മാർക്കും ദൈവം ചില വാഗ്ദത്തങ്ങൾ കൊടുത്തു, എന്നാൽ അവസാനം അത് മാറ്റേണ്ട അവസ്ഥ വന്നു. To some of us, God has given some mighty promises and prophetic words, but that is stuck. That is not moving. Nothing is happening because the hand of God is not there, because we have changed from the condition God gave it to us. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ചില പ്രോമിസുകൾ, അത് നിരാകരിച്ചുകൊണ്ട് അതിനുവേണ്ടി ദൈവത്തിന് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. Yes. Second thing, many times the prophetic words we rejected. This is Holy Spirit of God speaking to you. പരിശുദ്ധാത്മ വ്യക്തമായി വിളിച്ചു പറയുന്നു, നമ്മുടെ മുമ്പാകെ വിളിച്ചു പറഞ്ഞ പ്രവചനത്തെ പല പ്രാവശ്യം നിങ്ങൾ നിരാകരിച്ചു, തുച്ഛീകരിച്ചു, ഉപേക്ഷിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഒരവസ്ഥ.
and we have a very small window. ഓ ഇവിടെ ആയിരിക്കും ഒരു ചെറിയ വാതായനം മാത്രം നിങ്ങളുടെ മുമ്പാകെ ഉണ്ട്. The next sentence I am saying, with a humbly submitting in the presence of God. ദൈവ സാന്നിധ്യത്തിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും അർത്ഥം വിളിച്ചു പറയുന്നത്, If we don't move into the full purpose of God, if we don't embrace the prophetic words that God has given to us, if we don't confess, if we don't change, this will not be good for our children and their children, because the hand of God will be against them. ആമേൻ. നമ്മുടെ മുമ്പാകെ നമുക്ക് തന്നിരിക്കുന്ന പ്രവചനം, ദൈവം നമുക്ക് മുമ്പാകെ തുറന്നിരിക്കുന്ന വിളിയ, അത് നമ്മൾ തുച്ഛീകരിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ തലമുറയ്ക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് അതൊരു അനുഗ്രഹമായി മാറത്തില്ല എന്ന് വിളിച്ചു പറയുന്നു. How many of us will say, Lord, Amen, I am surrendering my life. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ദൈവമേ ഞാൻ അങ്ങയുടെ മുമ്പാകെ എന്നെ തന്നെ താഴ്ത്തുന്നു എത്ര പേർക്കൊന്ന് വിളിച്ചു പറയാം.